ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കോഴികൾക്ക് മുട്ടയിടാനും അവർ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കൊടുത്തത്. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇതിങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണണം, ഫുള്ളായിട്ട് കാണണം കേട്ടോ. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ നമ്മത് കണവനാക്കാണ് എടുത്തേക്കണത്. കണവനാക്ക് 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതും എടുത്തിട്ടുണ്ട്, വലുതും എടുത്തിട്ടുണ്ട്. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്കൊന്ന് കാണിച്ചു തന്നാണ്. ജസ്റ്റ് ഇതാ അറിയാൻ പാടില്ല, എല്ലാവരും അറിയാമായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. കണവനാക്ക് ഇതാ ഉണങ്ങിയ കണവനാക്കാണ്. അപ്പോൾ ഇതേ കുഞ്ഞുണ്ട്, വലുതുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നമുക്കിവിടെ ഇവിടെ കിടന്ന് ഉണങ്ങി അതിൻ്റെ സൈഡൊക്കെ പോയതാണ്. ശരിക്കും ഇത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. നമ്മുടെ കൈ കൊണ്ട് തന്നെ ചോക്ക് ഒടിച്ചെടുക്കുമ്പോൾ ഒടിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പൊക്കെ. ഉണങ്ങും തോറും അനുസരിച്ച് ഇതിങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് ഞാൻ എല്ലാം മിക്സിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണതാണ്. ഇനി കണവനാക്കിൻ്റെ ഗുണങ്ങൾ ഒരുപാട് പേർക്ക് അറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നമ്മൾ 2-3 വീഡിയോസിൽ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി പറയുകയാണ്. കണവനാക്ക് നമുക്ക് കോഴികൾക്ക് മുട്ടയുടെ ഏറ്റവും നല്ലൊരു ഐറ്റം, കാൽസ്യത്തിന് ഏറ്റവും നല്ലൊരു ഐറ്റം കൂടിയാണ്. മുട്ടത്തൊണ്ട് പോലെ തന്നെ മുട്ടത്തൊണ്ടിനേക്കാളും അതുപോലെ കക്ക നീറ്റിനേക്കാളും ഒരുപാട് ഗുണം ഉള്ള, ഒരുപാട് ഉപയോഗമുള്ള ഒരു ഐറ്റം തന്നെയാണ് കണവനാക്ക്. നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പെറ്റ് ഷോപ്പിൽ കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ കിട്ടുവാണെങ്കിൽ വാങ്ങിക്കണം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് എടുത്തിട്ടുണ്ട്, ഇപ്പോൾ തേങ്ങാപ്പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്, ചോളനുറുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളവർ ഇതൊക്കെ എടുക്കാം, അല്ലാത്തവർക്ക് എന്തെങ്കിലും ഇല്ലാത്ത സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പോൾ ചോളനുറുക്കൊക്കെ കിട്ടാനില്ല എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കണവനാക്ക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കണവനാക്ക് പൊടിച്ചതിൻ്റെ പുക ശരിക്കും പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതായത് നന്നായിട്ട് ചെറിയ ഇതിലേക്ക് നമ്മുടെ ലെയർ മാഷിൽ ഓൾറെഡി ഗോതമ്പ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ഗോതമ്പ് ഉള്ളത്. ലെയർ മാഷിൽ സാധാരണ ഗോതമ്പ് ഉണ്ടാകാറില്ല, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് അത് ഉള്ളതാണ്. അപ്പോൾ ഇത് എത്ര ഐറ്റംസ് ഞാൻ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഗോതമ്പ്, അതുപോലെ ചോളനുറുക്ക്, തേങ്ങാപ്പിണ്ണാക്ക്, പിന്നെ കണവനാക്കിൻ്റെ പൊടി, ലെയർ മാഷി, പിന്നെ ചേർത്തിക്കുന്നത് ഒരു പാത്രത്തിൽ ചോറാണ്. അപ്പം ചോറ് നമ്മൾ ചേർക്കണത് എങ്ങനെയാണ്, ചോറ് എങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചോറ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഫ്രഷ് ചോറ് നമ്മൾ ഫുഡിൻ്റെ കൂടെ ചേർത്ത് മാത്രമേ കൊടുക്കാവുള്ളൂ. പിന്നെ ഞാനിതാ ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി 3 ഐറ്റം ഇലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മുരിങ്ങയില ചേർത്ത്. മുരിങ്ങയിലേൻ്റെ ഗുണവും ഇതിൻ്റെയൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഇനി നിങ്ങളോട് ഒന്നും പറഞ്ഞേണ്ട കാര്യമില്ല, എന്തുമാത്രം ഗുണമുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ എടുത്തേക്കുന്നത് നമ്മുടെ ചീര, മുള്ളൻ ചീര, ഇങ്ങനെ ഹൈറ്റിൽ വെച്ച് വരുന്ന ചീര ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ചീര ഐറ്റംസായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമാണ് പപ്പായേൻ്റെ ഇലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇതുപോലെ ഞാൻ അരിഞ്ഞ് കൊടുക്കണതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ചില കോഴികൾക്ക് ചില ഇലകൾ കിട്ടും, ചില കിട്ടിയില്ല. പിന്നെ ചില കോഴികൾക്ക് ചിലപ്പോൾ ഒരു ഇല കിട്ടാതെ വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ കോഴികൾക്കും എല്ലാ ഇലകളും കിട്ടും, എല്ലാ ഗുണങ്ങളും എല്ലാ കോഴികളുടെ ഉള്ളിലും ചെല്ലും. പിന്നെ നമ്മൾ അരയ്ക്കാനെടുത്ത് കഞ്ഞിവെള്ളം തേങ്ങാവെള്ളം എന്ന് പറയാൻ പോയത് കഞ്ഞിവെള്ളം നന്നായിട്ട് ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ മിശ്രിതത്തിലാണ്, നമ്മുടെ ഈ ഇലകളുടെ മിശ്രിതത്തിലാണ് നമ്മൾ ഈ ഫുഡ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ കോഴികൾക്കും എല്ലാ ഐറ്റംസും ചെല്ലുന്ന രീതിയിലാവും. നമ്മളിങ്ങനെ കുറച്ച് മാത്രം മിക്സ് ചെയ്ത് ഇലയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ചില കോഴികൾ കഴിക്കും, ചിലർ കഴിക്കുകയില്ല. ചിലർക്ക് ചില ഇലകൾ കിട്ടും, ചിലർക്ക് കിട്ടിയില്ല. അങ്ങനെ ഒരുപാട് ചിലപ്പോൾ അതൊക്കെ ഇങ്ങനെ ചിക്കുമാന്തി കളയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഫുഡിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഫുഡ് നമുക്ക് ഫുഡ് കുറച്ചുകൂടി എളുപ്പമാവുകയും ചെയ്യും. അവർക്ക് എല്ലാ കോഴികൾക്കും ഒരുപോലെ തന്നെ എല്ലാ ഫുഡും എത്തുകയും ചെയ്യും. ഇപ്പോൾ ഇലകളായിക്കോട്ടെ, ബാക്കിയുള്ള ധാന്യങ്ങളായിക്കോട്ടെ, എല്ലാ കോഴികൾക്കും എത്തും. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കുക. എനിക്കിഷ്ടം ഇതുപോലെ മിക്സ് ചെയ്ത് എല്ലാ ഇലകളും ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇതുപോലെ ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കണതാണ് എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ ഓരോ രീതിയായിരിക്കാം, പക്ഷേ ഞാൻ കൂടുതലും ഇതാണ് പറയുന്നത്. കാരണം എല്ലാ കോഴികൾക്കും എത്തണമെങ്കിൽ ശരിക്കും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുത്താലേ കറക്റ്റായിട്ട് എത്താറുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ലൂസാക്കി കൊടുക്കുകയാണ്. കാരണം ഇപ്പോൾ ചൂട് സമയമാണ്, കൂടുതലും കോഴികൾക്ക് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വേണ്ട സമയമാണ്. അപ്പോൾ രാത്രി മഴയുണ്ട്, പലയിടത്തൊക്കെ മഴയുണ്ട്. നമ്മുടെ ഇവിടെയും രാത്രി 1-2 ദിവസം മഴ പെയ്തു, എന്നിരുന്നാലും പകൽ ഭയങ്കര ചൂട് തന്നെയാണ്. ചൂടിന് യാതൊരു കുറവുമില്ല നമ്മുടെ ഇവിടെയൊന്നും.
എല്ലായിടും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് അറിയാം, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് മൂലം നമ്മുടെ കോഴികൾക്ക് വെള്ളം കണ്ടൻറ്റ് ഒരുപാട് ചെല്ലണം. അതിനാണ് നമ്മൾ ഈ ഇതുപോലെ ഫുഡൊന്ന് ലൂസാക്കി കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഞാൻ വൈകുന്നേരം ടൈമിലാണ് ഈ ഫുഡ് ഇങ്ങനെ കൊടുക്കുന്നത്. രാവിലെയും കൊടുക്കാറുണ്ട്. അപ്പോൾ വൈകുന്നേരമാണ് കൂടുതലും എനിക്ക് എളുപ്പം, ഇങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വൈകുന്നേരം ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം സമയം നമ്മൾ എന്തായാലും രാവിലെയും വൈകുന്നേരം ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ രാവിലത്തേത് എല്ലാത്തിൻ്റെയും തിരക്കിലൊക്കെ കാണിക്കാൻ പറ്റാറില്ല. അപ്പോൾ വൈകുന്നേരത്ത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയാണ്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഓരോ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ മാറി ഇതുപോലെ കൊടുക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇലകൾ എപ്പോഴും കോഴികൾക്ക് കൊടുക്കുക. അത് കോഴികൾക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുട്ട കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കോഴികളെയും കിട്ടുകയുള്ളൂ. ഇപ്പോൾ എല്ലാ കോഴികളും എല്ലാ ദിവസവും മുട്ടയിടണമെന്നില്ല. ചിലപ്പോൾ ചില കോഴികൾ മുട്ടയിടാതിരിക്കാം. പക്ഷേ ഇതുപോലെ നമ്മൾ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും മുട്ട കിട്ടുക തന്നെ ചെയ്യും. കാരണം എനിക്ക് അത് സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങളോടും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം എന്താ ഇപ്പോൾ കോഴികൾക്ക് എല്ലാവർക്കും അത് ചുമ്മാ നമ്മുടെ പാത്രത്തിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം പോലും വന്നില്ല. എല്ലാം എന്ത് കോഴിയെ പാത്രത്തിൽ കയറിയിരുന്ന തിന്നുന്നത് അവർക്ക് നല്ല ഇഷ്ടമാണ്. ഇതുപോലെയുള്ള ഫുഡുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണല്ലോ. അപ്പോൾ അത് നമ്മൾ മിസ് ചെയ്യാതെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇലകൾ, നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ഇലകൾ ഇതുപോലെ ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അത് അവർക്ക് മുട്ടകൾ നമുക്ക് കോഴികളെ എന്തിനാണ് നമ്മൾ വളർത്തുന്നത്? മുട്ടകൾക്ക് വേണ്ടി തന്നെയാണ് എല്ലാവരും വളർത്തുന്നത്. അപ്പോൾ മുട്ടകൾ ഒരു കാരണവശാലും മിസ് ചെയ്യാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ കണവനാക്കൊക്കെ ആണെങ്കിലും ഒരാഴ്ചയിൽ 3-4 ദിവസം ഞാൻ എങ്ങനെയെങ്കിലും കണവനാക്കോ അല്ലെങ്കിൽ അത് നമ്മുടെ മുട്ടത്തൊണ്ടൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുട്ടത്തൊണ്ടൊക്കെ നമ്മൾ ബുൾസ് അടിക്കുമ്പോഴും അതുപോലെ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോഴും ഒക്കെയുള്ള മുട്ടത്തൊണ്ടുകൾ ഓൾറെഡി കളയാറില്ല, എടുത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉണക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെ ഉണക്കി വെച്ചേക്കുന്ന അതും ഒക്കെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലും പരിസരത്തേക്ക് എന്താണോ നമ്മുടെ കോഴിക്ക് കൊടുക്കാൻ പറ്റിയത്, എന്താണോ ഉള്ളത്, അത് നമ്മൾ എന്തായാലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മുരിങ്ങയില എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ് കോഴികൾക്ക്, ഹെൽത്തിന് നല്ലതാണ്, മുട്ടയിടാൻ നല്ലതാണ്, ബ്ലഡ് സർക്കുലേഷൻ നല്ലതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ് കോഴികൾക്കും മനുഷ്യർക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ലതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇലകളും. അപ്പോൾ ഞാൻ മുട്ടകൾ എല്ലാ ബോക്സിലും 3-4 ബോക്സ് വെച്ച് 4 സെക്ഷൻ എടുത്തിട്ടുണ്ട്. 3 ബോക്സിൽ എന്തായാലും മുട്ട ഇട്ടുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ ഒരു കുറവാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഓരോ ബോക്സിലെയും മുട്ടകൾ ഞാൻ അന്ന് തന്നെ എടുത്തു വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോഴികൾ ചിലപ്പോൾ കൊത്തി പൊട്ടിക്കാനും അതുപോലെ തന്നെ ഓരോ കോഴികളും ചിലപ്പോൾ കയറിയിരുന്ന് നമ്മുടെ കോഴികളിലെ മുട്ടക്ക് ബ്ലഡ് ഓട്ടം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ വീട്ടിൽ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും മുട്ട കൊടുക്കാൻ പറ്റാണ്ടാവും, ഇങ്ങനെ ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ഉള്ള മുട്ടകൾ അന്ന് തന്നെ എടുത്തേക്കുക. ചിലപ്പോൾ രാവിലെ എടുക്കും ഞാൻ, ചിലപ്പോൾ വൈകുന്നേരം എടുക്കും. രാവിലെ ചിലപ്പോൾ എടുത്തു പോയിട്ട് പിന്നെ വൈകുന്നേരം ഉണ്ടെങ്കിൽ അത് നേരം എടുക്കാറുണ്ട്. ഇപ്പോൾ ഇന്നത്തെ മുട്ടയാണ്. അപ്പോൾ ഇത്രയും കോഴികളുള്ളടുത്ത് ഇത്രയും മുട്ടയുള്ളതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് പകുതി കോഴികളും മെച്യൂരിറ്റി ആവാത്ത കോഴികളാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാവും, കോഴി സ്ഥിരമായിട്ട് വളർത്തുന്നവർക്ക് എല്ലാം മനസ്സിലാവും. കാരണം കുറച്ച് നമ്മൾ നാടൻ കോഴികൾ ഒരുപാട് പുതിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് കോഴികളും മുട്ടയിടാൻ തുടങ്ങാത്ത ഒരുപാട് കോഴികളുണ്ട്. പിന്നെ പൂവൻ കോഴികളും അത്യാവശ്യം നല്ലപോലെ കളക്ട് നമ്മുടെ സെക്ഷനിലുണ്ട്. ഒരു 3-4 പൂവൻ കോഴികളും ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് മുട്ടക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ് പൂവൻ കോഴികൾ കൂടുതലായിട്ട് ഇട്ടേക്കണത്. നമുക്ക് കൊത്തുപിടുത്തൊന്നും അങ്ങനെ കുറവുണ്ടാവാറില്ല. തീർത്തുണ്ടെങ്കിൽ നമുക്ക് ഒറ്റക്കൂട്ടിൽ ഇടാൻ പറ്റില്ലല്ലോ. ഒരു 4-5 പൂവന് നമുക്ക് ഓൾറെഡി നമ്മുടെ കൂട്ടിലുണ്ട്. പിന്നെ ഇനിതാ നമ്മുടെ അടുത്ത സെഷനിലേക്ക് വന്നതാണ്. അടുത്ത ആൾക്കാർക്കുള്ള ഫുഡിന് വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ അത് ഇവിടെ എല്ലാം നല്ല ബഹളമാണ്. എന്നെ കണ്ടോടെ എൻ്റെ പുറകെ ഓടി നടക്കുകയാണ്. എനിക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ വട്ടം കിടന്ന് കറങ്ങുവാണ് കേട്ടോ. ഫുഡിന് വേണ്ടിയാണ്. അപ്പോൾ അവർക്കുള്ള ഫുഡും ഞാൻ എടുത്ത് കൊടുക്കും. അവർക്ക് ഫുഡ് എടുത്ത് അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് കഴിക്കുവാണ്. അപ്പം നമുക്ക് ബാക്കി കുറച്ച് സാധനം കൊണ്ട് നമ്മൾ സെയിലിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. നാടൻ കോഴി കംപ്ലീറ്റ് നമുക്ക് ഇപ്പോൾ ഓർഡർ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി നാടൻ കോഴി കംപ്ലീറ്റ് സെയിലായിട്ടുണ്ട്, ഓർഡർ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കുറച്ച് നാടൻ കോഴിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വിട്ടതാണ്. പുറത്തെന്ന് വെച്ചാൽ നമ്മുടെ കൂടിനകത്ത് തന്നെയൊക്കെ ഒന്ന് വിട്ടതാണ്. കുറച്ച് പേർക്കൊക്കെ എല്ലാവർക്കും ശരിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ കോഴികളാണ്. അത് താങ്ക് യു. നമുക്ക് വേണ്ടി ഓർഡർ തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ നമ്മളെ വിളിച്ചും കോണ്ടാക്റ്റും ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഓർഡർ ആയ കോഴികളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ.
പിന്നെ ഇതാ നമ്മൾ ഒരു പെയർ പ്രാവിനെ നമ്മൾ വളർത്തുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രാവുകൾ ഉണ്ടായിരുന്നു. ഇപ്പം പ്രാവുകൾ നമ്മൾ വളർത്തുന്നില്ല. നമ്മളിപ്പോൾ കോഴിയിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ബേഡ്സും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ബേഡ്സും നമ്മൾ കുറച്ച് നിർത്തി വെച്ചേക്കണം ഇപ്പം അമ്മ. അപ്പോൾ നല്ലൊരു പ്രാവ് പെയറിനെ കണ്ടപ്പോൾ ഒഴിക്കാക്കൊരു ഇഷ്ടം, ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരു ഇഷ്ടം കൊണ്ട് എടുത്തിട്ടേക്കുവാണ്. അപ്പോൾ ഇതിനെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് നിങ്ങളെയും കൂടി കാണിച്ചു തന്നെ. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാം നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തന്നേക്കാമെന്ന് കരുതി. അപ്പോൾ ഇവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു വന്നിട്ട് മതിയായ ലക്ഷണമൊന്നും ഇല്ല. അപ്പോൾ വീണ്ടും അവർക്ക് വേണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വല്ല ഗൂസിനെയോ പാത്തത്താറാവിനെയോ അതുപോലെ കൽക്കൻ കോഴിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. അതിൽ ഈ നമ്പർ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി ഇട്ടേക്കാം. അപ്പോൾ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കുള്ളോട് കോണ്ടാക്ട് ചെയ്യാം. സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. അതിൽ എല്ലാ സംശയങ്ങളും നമ്മൾ മാറ്റിത്തരുന്നതായിരിക്കും. നമ്മളുടെ അറിവുകൾ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എന്താണോ സംശയം അത് നിങ്ങളോട് വിളിച്ച് കോണ്ടാക്ട് ചെയ്യണം. ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങളുടെ ഓരോരോ അനുഭവങ്ങളായിരിക്കും ഞങ്ങൾക്കും കൂടുതൽ അറിവുകൾ സമ്പാദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പലരും ചോദിച്ചിട്ടുണ്ട്, കാരണം നിങ്ങൾ വിളിച്ച് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ എന്നും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾക്ക് വിളിക്കാം. പിന്നെ ഇനി നമുക്കുള്ള ഗ്രാമശ്രീ കോഴികളുണ്ട്. ഗ്രാമശ്രീ കോഴികളും നമുക്ക് സെയിലിങ്ങിലുള്ളതാണ്. നമുക്കിത് ഓർഡർ വരുന്നിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ബാക്കി ഇനി കുറച്ച് ഇതുപോലെ ഓർഡർ ഉണ്ട്, സാധനങ്ങളുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഗ്രാമശ്രീ കോഴികൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഗ്രാമശ്രീയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേരള സർക്കാർ അനുമതിയുള്ള ഒരു ഹാച്ചറിങ്ങിൽ നിന്ന് ഡയോൾഡ് കുഞ്ഞുങ്ങളെടുത്ത് വളർത്തിയെടുത്തതാണ്. ഹെൽത്തി ആയ കുഞ്ഞുങ്ങളാണ്. വാക്സിനേഷൻ കഴിഞ്ഞതാണ്, ചുണ്ട് കട്ടിങ് ഒക്കെ കഴിഞ്ഞതാണ്, കൊത്തുപിടുത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് 300 മുട്ടകളാണ് ഒരു വർഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാലും 260, 280 മുട്ടകൾ വരെ നമുക്ക് ഒരു വർഷത്തിൽ കിട്ടും. അപ്പോൾ മുട്ടയ്ക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു കോഴി ഐറ്റംസും കൂടിയാണ് ഗ്രാമശ്രീ കോഴികൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഗ്രാമശ്രീ കോഴികൾ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.